പന്തംഗത്ത് അഗ്നിരാക്ഷസനെ വിളിക്കൂ, അവൻ പ്രവർത്തിക്കട്ടെ. അതുതന്നെയാണ് ആ മരണദൂതൻ. ഓ, എന്റെ ഹൃദയം തണുത്തു. എന്റെ തീജ്വാല കൊണ്ട് അവന്റെ ശരീരം ഞാൻ ഭസ്മമാക്കും. വേണ്ട, നിന്നെ ഈ രൂപത്തിൽ കണ്ടാൽ അവർ ഓടി രക്ഷപ്പെടും. ഞാൻ അവരെ എങ്ങനെയെങ്കിലും കാട്ടിനുള്ളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിനക്ക് കംസന്റെ ആജ്ഞ നിറവേറ്റാൻ കഴിയും. എന്നിട്ട് ആ മരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കും. ഒരു തരത്തിലും അവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ബുദ്ധി വളരെ അപാരം തന്നെ പ്രലംബാസുര. കാട്ടിലേക്ക് പോകാം. ഞാൻ ഇനി കുറച്ചു നേരം അവരുമായിട്ട് കളിച്ച് രസിക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കാനുണ്ട്. എന്താണ് കൃഷ്ണ? പിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ വടംവലി എന്താവും? നീ ഇല്ലെങ്കിൽ ഞങ്ങക്ക് കളിക്കാൻ കഴിയില്ല. നിന്റെ പേരെന്താ? പ്രഘോഷ്. ശരി പ്രഘോഷ്, നീ വന്നത് വളരെ നന്നായി. എന്റെ കൂട്ടുകാരെ ഒന്ന് സഹായിക്കണം. പക്ഷേ ഞാൻ വേഗം തിരിച്ചു വരാം. ജയിക്കുന്നവർക്ക് പാലും വെണ്ണയും കൊണ്ടുവരാം. ആദ്യം ഞാൻ ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും കാട്ടിനകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ മരണദൂതൻ അവരെ തേടിയെത്തും. ഇന്ന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. നിനക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ ദാദി? കാരണം ഇന്ന് അവര് വലിയൊരു നികുതി അടയ്ക്കാൻ പോവാ. ഇത്രയും മതി. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വേഗം സ്ഥലം വിട്ടോ, വേഗം. ഞാൻ പിടിച്ചു. ഇത്തവണ നിങ്ങൾക്ക് എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ നികുതി അടച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ രാജാവിന്റെ ഭടന്റെ കോപത്തിന് ബലിയാവേണ്ടി വരും. ഒന്നും ചെയ്യലേ, ഞങ്ങൾ നികുതി തന്നേക്കാം. മതി. ബുദ്ധിപരമായ തീരുമാനം തന്നെയാണ്. പാൽ ഇങ്ങോട്ട് തരൂ. വൃന്ദാവനത്തിലെ രാജാവ് സന്തോഷിക്കും, വളരെ സന്തോഷിക്കും.